ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ്. ഇതൊക്കെ എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിക്കലി ബിസിനസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് എന്താണ്? ഈ ബിസിനസ് എന്താണെന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസിലൂടെ നോക്കാം. ഓക്കെ, ഇൻ കേസ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് തുടങ്ങി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കേക്ക്സ് ബേക്ക് ചെയ്തിട്ട് അത് പുറത്തുള്ള ആൾക്കാർക്ക്, എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ, പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും. സോ ഇവരെനിക്ക് ഇൻ റിട്ടേൺ എന്ത് തരും? ക്യാഷ് തരും. ഓക്കെ, സോ ഞാനിവിടെ എന്ത് ചെയ്തു? ഞാൻ എന്ന് പറയുന്ന ഒരാൾ കേക്ക് ഉണ്ടാക്കി അത് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്തു. അപ്പം എനിക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. സോ ഇവിടെ ഞാനെന്ന് പറയുന്ന ആൾ ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്? ഞാനിവിടെ ഒരു ഗുഡ്സ് എന്ത് ചെയ്യുവാണ്? പ്രൊഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, ഞാനിവിടെ പ്രൊഡക്ഷനാണ് നടത്തുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഒരു ചെറിയൊരു കട തുടങ്ങുവാണ്. അതായത് നമ്മുടെ ഈ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു ചെറിയ കട കാണില്ലേ? സോ അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷോപ്പ് തുടങ്ങുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാനൊരു ഷോപ്പ് തുടങ്ങി. അപ്പം ഇതിനകത്ത് കുഞ്ഞു സാധനങ്ങളൊക്കെ അല്ലേ കാണുള്ളൂ. ഇത് ഞാൻ എവിടെ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്? ഒരു വലിയ ഷോപ്പിൽ നിന്നായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നിവിടെ കിടക്കട്ടെ. സോ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനമായിരിക്കും എൻ്റെ ഷോപ്പിൽ കൊണ്ട് വയ്ക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ട് ആ പ്രോഡക്ട്സ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് എൻ്റെ കടയിൽ കൂടെ ഞാൻ കൊടുക്കും. ഈ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? എനിക്ക് ക്യാഷ് തരും. യെസ്. സോ ഞാനൊരു ഷോപ്പ് തുടങ്ങി, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു വലിയ കടയിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് ഞാനത് കസ്റ്റമേഴ്സിന് കൊടുത്തു. കസ്റ്റമേഴ്സ് ഇൻ റിട്ടേൺ ആയിട്ട് എനിക്ക് എന്ത് തന്നു? ക്യാഷ് തന്നു. ഇവിടെ ഞാനെന്ന് പറയുന്നത്, അതായത് എൻ്റെ ഈ ഷോപ്പിൽ നടക്കുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സാധനങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഞാനിപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. സോ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കസ്റ്റമേഴ്സ് വന്നു. ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു ആൾക്ക് മുടി സ്റ്റൈൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഹെയർ കട്ട് വേണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഞാനത് ചെയ്തു കൊടുത്തു. സോ ഞാനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തു. അതാണല്ലോ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇൻ റിട്ടേൺ ആയിട്ട് ഇയാൾ എനിക്ക് എന്ത് തരും? ക്യാഷ് തരും. സോ ഇവിടെ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർവീസ് ഞാൻ എന്ത് ചെയ്തു? സെല്ലാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് ആക്ച്വലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി, എൻ്റെ കസ്റ്റമറിന് ആവശ്യപ്പെട്ട സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഇൻ റിട്ടേൺ എനിക്ക് ക്യാഷ് കിട്ടി. സോ നമ്മുടെ ഗുഡ്സോ സർവീസസോ നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി എക്സ്ചേഞ്ച് ഓർ സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്? ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് പ്രൊഡ്യൂസിങ്, അതുപോലെ തന്നെ ബൈയിങ്, പിന്നെ ഉള്ളതാണ് സെല്ലിങ്. സോ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു ഏൺ പ്രോഫിറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ബൈയിങ്. നമ്മൾ കണ്ടു, നമ്മൾ ഒരു കുഞ്ഞു ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ കടയിൽ നിന്ന് സാധനം മേടിച്ചു. സോ ബൈയിങ്, പ്രൊഡ്യൂസിങ്, കേക്ക് പ്രൊഡ്യൂസ് ചെയ്ത എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ബ്യൂട്ടി പാർലറിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ ബോൺസ്. ഹ്യൂമൻ ബോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും ടു ഏൺ പ്രോഫിറ്റ്. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പല ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ്
ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഈ ഒരാളാണ് ചെയ്യുന്നത്. സോ അതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അതായത് ഒരു സിംഗിൾ ഓണർ അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ റൺ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോ സിംഗിൾ ഓണർ, അതാണ് ഈ സോൾ പ്രൊപ്പറൈറ്ററിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഓണർ. സോ ഒരു ആള് ഓണറായിട്ടുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും. നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് കേക്ക് ഷോപ്പിൻ്റെ. സോ ഈ കേക്ക് ഷോപ്പിൻ്റെ ബിസിനസ് ഞാൻ എന്ത് ചെയ്യുവാണ്? ഒരാളാണ് എന്ത് ചെയ്യുന്നത്? ബേക്ക് ചെയ്ത് ഇത് സെല്ല് ചെയ്യുന്നത്. സോ എനിക്കിത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസിലി എനിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു സ്പേസ് എടുത്തിട്ട്, ഒരു റൂം എടുത്തിട്ട് അവിടെ എനിക്ക് ബേക്ക് ചെയ്തിട്ട് കേക്ക്സ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈസിലി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് എനിക്കിത് ഈ ഒരു കേക്ക് സെല്ലിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്ക് മടുത്തു എന്ന് വെച്ചോ, എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതെനിക്ക് നിർത്താം. എനിക്ക് ആരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുമ്പോൾ എനിക്കത് നിർത്താൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈസിലി നമുക്കിത് സ്റ്റാർട്ട് ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഈ റോ മെറ്റീരിയൽസിന് ഒരു കേക്കിനാണ്, ഒരു കേക്കിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു $2,000 ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷെ ഞാൻ ഈ കേക്ക് എന്ത് ചെയ്തു? സെല്ല് ചെയ്ത് ഞാൻ ഈ സെല്ലിംഗ് പ്രൈസ് ഞാൻ ഫിക്സ് ചെയ്തിരുന്നത് $1,500 ആണെന്ന് വിചാരിക്കുക. ബട്ട് ഇവിടെ റോ മെറ്റീരിയൽസ് 2,000 ആയിട്ടുണ്ട്. ഞാൻ ഈ സപ്ലയറിൻ്റെ ഇന്ന്, അതായത് ഈ സാധനം മേടിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് കടത്തിനാണ് മേടിച്ചത്. ഞാൻ ഈ കേക്ക് വിറ്റ് ആ കിട്ടുന്ന പൈസയ്ക്ക് റീപേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്രെഡിറ്റിനാണ് ഇത് എന്ത് ചെയ്തിരുന്നത്? പർച്ചേസ് ചെയ്തിരുന്നത്. ബട്ട് എനിക്കിവിടെ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? 1,500 സെയിൽസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഈ ഒരു ആൾക്ക്, അതായത് ഈ ഒരു സപ്ലയറിന്, ഇവിടെ സപ്ലയർ ഉണ്ട്, ഈ സപ്ലയറിന് ഞാൻ ഈ 1,500 രൂപ മാത്രം കൊണ്ട് കൊടുത്താൽ പറ്റില്ല. ഞാൻ 2,000 രൂപ തന്നെ പേ ചെയ്യണം. സോ ഈ 500 ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പേഴ്സണൽ മണി, എൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് ഞാൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ 500 ബിസിനസ്സിൽ നിന്ന് ഞാൻ ഏൺ ചെയ്തതാണോ? അല്ല. എൻ്റെ ബിസിനസ്സിൽ ഫണ്ട് തികയാതെ വന്നപ്പോൾ ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പേഴ്സണലായിട്ടുള്ള ക്യാഷ് യൂസ് ചെയ്തു. പേഴ്സണൽ ക്യാഷ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഇതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇനി ഒരു ക്രിസ്മസ് ഒക്കെ ആയ സമയത്ത് ഞാൻ ഒരുപാട് കേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരുപാട് കേക്ക് ഞാനിങ്ങനെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചത്ര സെയിൽസ് ഒന്നും നടന്നില്ല. ഓക്കെ, സോ കുറേ കേക്ക് എന്തായി? എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റാണ്ടായി. ഓക്കെ, സോ സെല്ല് ചെയ്യാൻ പറ്റാതായി വരുമ്പം എനിക്ക് അവിടെ എന്തുണ്ടായി? ഒരു ലോസ് ഉണ്ടായി, ഇല്ലേ? ലോസ് ഉണ്ടായി. എനിക്കിനി ആ കേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരും വാങ്ങാനില്ല. സോ അതിന് എനിക്ക് കളയുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യുക എന്നല്ലാതെ അതെനിക്ക് നഷ്ടമാണ്. സോ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? റിസ്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. സോ സോൾ റിസ്ക് ബിയറർ. ഒരു ലോസ്, ഇവിടെ ഒരു $8,000 ലോസ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഈ ലോസ് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഈ സോൾ റിസ്ക് ബിയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റൂ എന്ന് കേട്ടിട്ടില്ലേ? പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. അതുപോലെ തന്നെ ഇൻ കേസ് ഞാൻ ഈ കേക്ക് എല്ലാം എന്ത് ചെയ്തു? നല്ലപോലെ സെല്ലായി, എനിക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക.
ഈ പ്രോഫിറ്റ് ഞാൻ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? ഇല്ല. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഇത് വിറ്റ് എനിക്കിപ്പോൾ ഒരു $15,000 ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് മാർക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. സോ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രോഫിറ്റ് നമുക്കുള്ളതായിരിക്കും. ഓക്കെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് എനിക്ക് വയ്യാണ്ടായി എന്ന് വിചാരിക്കുക, എനിക്കൊരു പനിയോ അല്ലെങ്കിൽ ഞാനിപ്പം ഡെഡായി എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പത്തേനും ഈ ബിസിനസ് അവിടെ തീരും. കാരണം ഞാൻ ഒരാളാണ് ഈ ബിസിനസ് റൺ ചെയ്ത് പോകുന്നത്. ഓക്കെ. സോ എനിക്ക് സിക്കായി 2 ദിവസം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് അവിടെ 2 ദിവസത്തേക്ക് സ്റ്റോപ്പായി. ഇൻ കേസ് ഞാൻ ഡെഡായി എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഫുള്ളി ക്ലോസ് ആയി. അവിടെ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോ? ഇല്ല. സോ ഇങ്ങനെ ഒരാൾ നടത്തുമ്പോൾ ഉള്ള അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബിസിനസ് അതോടുകൂടി സ്റ്റോപ്പായി എന്നാണ് അർത്ഥം. സോ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. അടുത്തത് നമ്മുടെ ഈ ബിസിനസ്സും ഈ കേക്ക് ഷോപ്പ് ഈ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മളായ ഈ ഓണറും നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും ഒന്നാണ്. സോ നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിൽ ബിസിനസ്സും അതുപോലെ തന്നെ ഓണറും എന്താണ്? സെയിം ആണ്. അവർ തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ഒന്നാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, വെരി ഈസി ടു സ്റ്റാർട്ട് ആൻഡ് ക്ലോസ്, നോ ലീഗൽ ഫോർമാലിറ്റീസ്, ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് യു ആർ എ പ്രൊപ്രൈറ്റർ. ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നടത്തുന്ന ആ ഒരു സിംഗിൾ ഓണറിനെ വിളിക്കുന്നതാണ് പ്രൊപ്രൈറ്റർ എന്നുള്ളത്. ക്ലോഷർ ഓൾസോ സിമ്പിൾ, നോ ലെങ്തി പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അൺലിമിറ്റഡ് ലയബിലിറ്റി, ദ ഓണർ ഈസ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ ഓൾ ബിസിനസ് ഡെറ്റ്സ്. നമ്മൾ പറഞ്ഞു എന്തെങ്കിലും നഷ്ടമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്ന് നമ്മളത് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ദ ബിസിനസ് കനോട്ട് പേ, ദ ഓണേഴ്സ് പേഴ്സണൽ അസറ്റ്സ് ക്യാൻ ബി യൂസ്ഡ്. മൂന്നാമത്തത് സോൾ റിസ്ക് ബിയറർ ആണ്. നമ്മുടെ ബിസിനസ്സിലെ എല്ലാ റിസ്കുകളായിട്ടുള്ള ലോസ്, ഡെറ്റ്, അൺസർട്ടൈനിറ്റീസ് ഇതെല്ലാം നമ്മൾ സിംഗിൾ ഓണറായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഏറ്റെടുക്കണം. നോ വൺ എൽസ് ഷെയർ ദ റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ അവിടെ വേറെ ആരും തന്നെ ഇല്ല. നാലാമത് നമ്മൾ പറഞ്ഞതാണ് ഫുൾ പ്രോഫിറ്റ്. നമ്മുടെ കമ്പനി നമ്മൾ എത്ര ഉണ്ടാക്കുന്നു അത് ഫുള്ള് നമുക്കാണ്. ദ ഓണർ ഗെറ്റ്സ് 100% ഓഫ് ദ പ്രോഫിറ്റ്, നോ ഷെയറിംഗ് വിത്ത് പാർട്ട്നേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്. അഞ്ചാമത്തത് ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ എൻഡാവും. ബിസിനസ് എൻഡ് ഓൺ ദ ഡെത്ത്, ബാങ്ക്രപ്സി ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദ ഓണർ. നോ പെർപെച്വൽ സെഷൻസ്. ഇനി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളതാണ് ഈ പെർപെച്വൽ സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. ദ ബിസിനസ് ആൻഡ് ദ ഓണർ ആർ ലീഗലി സെയിം. ബിസിനസ്സും ഓണറും സെയിം ആണ്. ദ പ്രൊപ്രൈറ്റർ സൈൻ കോൺട്രാക്ട്സ് ഇൻ ദെയർ ഓൺ നെയിം, നോട്ട് ദ ബിസിനസ് നെയിം. ഒരു പ്രൊപ്രൈറ്റർ കോൺട്രാക്ട്സ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളുടെ പേരിലായിരിക്കും സൈൻ ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ പേരിലായിരിക്കില്ല.